നാവികാസ്ഥാനവും കൊച്ചിൻ ഷിപ്പ്യാർഡും അടക്കമുള്ള തന്ത്രപ്രധാന മേഖലയിലെ കൊച്ചിയിലെ സുരക്ഷാ വീഴ്ചകളും വിവര ചോർച്ചകളുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കൊച്ചി കപ്പൽ ശാലയിലെ തന്ത്രപ്രധാന മേഖലകളിലെ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ മിലിറ്ററി ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം വിവിധ സ്വകരണ തട്ടിപ്പുകളിൽ ED അന്വേഷണം പുരോഗമിക്കുമ്പോൾ CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക് തട്ടിപ്പ് പരാതികളിൽ ED അന്വേഷണങ്ങളിലേക്ക് എത്താതിരിക്കാൻ പോലീസ് തടയിടുകയാണ്. ഈ രണ്ട് വാർത്തകളാണ് കൊച്ചിയിൽ നിന്ന് ജിജീഷിന് പങ്കുവെക്കുന്നത്. ജിജീഷ്, ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലെയും നാവികാസ്ഥാനവുമായൊക്കെ ബന്ധപ്പെട്ട ഈ തന്ത്രപ്രധാന മേഖല സുരക്ഷാ വീഴ്ച, അത് കേരളത്തിൽ കൊച്ചിയിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഈ പ്രതിരോധ വിഭാഗവും ആർമി ഇൻ്റലിജൻസുമായൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്? നേരത്തെ ഈ INS കപ്പൽ നിർമ്മാണശാലയിൽ നിന്ന് അതിൻ്റെ ചില ഹാർഡ് ഡിസ്കുകളൊക്കെ മോഷണം പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഈ കൊച്ചിയിൽ കാര്യങ്ങൾ അത്ര സുഖമല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കുമ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായ നിരവധി കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് നാവികസേനയുടെ ആസ്ഥാനമടക്കം സ്ഥിതി ചെയ്യുന്നു. കൊച്ചി കപ്പൽശാല അത് തന്ത്രപ്രധാനമായ രാജ്യത്തിന്റെ യുദ്ധക്കപ്പലുകൾ അടക്കം നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിപ്പ്യാർഡ്. എന്നാൽ ഇവിടെ നിന്നെല്ലാം കൃത്യമായി തന്നെ ഇടവിട്ട് സുരക്ഷാ വീഴ്ചയുടെ വാർത്തകൾ തന്നെയാണ് പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് നേരത്തെ ഹാർഡ് ഡിസ്ക് മോഷണം പോയ സംഭവം ഉണ്ടായിരുന്നത്. അത് സംബന്ധിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അടക്കം അന്വേഷണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് 3 പേർ പിടിയിലായി. ഇതെല്ലാം തന്നെ താൽക്കാലിക ജീവനക്കാർ, പല ഘട്ടങ്ങളിലായി അവിടെ ജോലിക്കെത്തുന്ന ആളുകളാണ് ഇത്തരം സംഭവങ്ങളിലെല്ലാം തന്നെ പിടിക്കപ്പെടുന്നത്. മാത്രമല്ല ഇതിനു മുമ്പ് നിരവധി തവണ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ സന്ദേശങ്ങൾ, വ്യാജ സന്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭീഷണി സന്ദേശങ്ങൾ നിരന്തരമായി തന്നെ ഉണ്ടായി. എന്നാൽ ഈ ഭീഷണി സന്ദേശങ്ങളുടെ ഉറവിടങ്ങൾ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചില അന്വേഷണങ്ങളെല്ലാം ആരംഭിച്ചിരുന്നു. എന്നാൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പോലും ചെറിയ കാലാവധിയിൽ അല്ലെങ്കിൽ 2-3 മാസത്തെ ഇടവേളകളിൽ ആവർത്തിച്ച് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ വരുന്ന ഒരു സ്ഥിതിയെല്ലാം ഉണ്ടായി. അങ്ങനെ അത്തരത്തിൽ നിരന്തരം സുരക്ഷാ വീഴ്ചകൾക്കൊടുവിലാണ് ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത്. ശ്രീനീഷ് പൂക്കോട് കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഫോട്ടോകൾ പകർത്തിയിട്ടുണ്ട്. അവിടെ യുദ്ധക്കപ്പലിന്റെ നിർമ്മാണം, നാവികസേനയ്ക്ക് വേണ്ട നാവികസേനയുടെ കപ്പലിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലിന്റെ പല ഭാഗങ്ങൾ പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധനയിൽ അവർക്ക് ലഭിച്ചു എന്ന് പറയുന്ന വിവരം വ്യക്തമാക്കുന്നത് 10 ചിത്രങ്ങളാണ് ഇത്തരത്തിൽ പകർത്തിയിട്ടുള്ളത്. ഇത് ഏഞ്ചൽ പായൽ എന്ന ഒരു ഗ്രൂപ്പിനാണ് കൈമാറിയിരിക്കുന്നത്. ഒരു സ്ത്രീയാണ് ഇതിന്റെ നടത്തിപ്പുകാരി. പല ഘട്ടങ്ങളിലും തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഏഞ്ചൽ പായലാണ് എന്നാണ് പ്രാഥമികമായി ഇയാൾ നൽകിയിരിക്കുന്ന, ശ്രീനീഷ് പൂക്കോട് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. ഈ ഏഞ്ചൽ പായലിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ സ്ത്രീ ഇന്ത്യൻ സ്വദേശിയാണോ, ഭാരത സ്വദേശിയാണോ, അതോ വിദേശിയാണോ, എന്താണ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ട്? ഇവർക്ക് ആർക്കെങ്കിലും വല്ല വിദേശ ബന്ധമോ മറ്റു ഇടപെടലുകളോ ഒക്കെ ഉണ്ടോ ഇതിന്റെ പിന്നിൽ? അതൊക്കെയാണ് വലിയ ആശങ്കയിലേക്ക് പോകുന്നത്. ഉമേഷ്, ഇവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ്, ഏഞ്ചൽ പായലിനെ കേന്ദ്രീകരിച്ചാണ്. ഏഞ്ചൽ പായൽ വിദേശിയാണ് എന്ന സംശയം തന്നെയാണ് ഇപ്പോൾ ബലപ്പെട്ടിരിക്കുന്നത്. ഇയാളുമായി ഇംഗ്ലീഷിലാണ് പല ഘട്ടങ്ങളിലും സംസാരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഏത് രാജ്യത്തിന് വേണ്ടിയാണ്, അല്ലെ അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടാവുക എന്നതടക്കം. കാരണം പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഭാരതത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ, രാജ്യത്തിന്റെ വിവരങ്ങൾ ചോർത്താനെല്ലാം നിരന്തരം ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഈ ഏഞ്ചൽ പായൽ ആവശ്യപ്പെട്ടത് എന്ന കാര്യമാണ് പ്രധാനമായും കണ്ടെത്താനുള്ളത്. മാത്രമല്ല അത് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പരസ്യപ്പെടുത്തുന്നതിലൂടെ അവർ എന്തായിരുന്നു ലക്ഷ്യമിട്ടത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല മറ്റു വിവരങ്ങൾ, മറ്റു സുരക്ഷാ വിവരങ്ങൾ ഏതെങ്കിലും എല്ലാം ശ്രീനീഷ് ചോർത്തിക്കൊണ്ട് ഏഞ്ചൽ പായലിന് നൽകിയിട്ടുണ്ടോ എന്നും പ്രധാനമായും കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കസ്റ്റഡിയിൽ അപേക്ഷ നൽകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എറണാകുളം സൗത്ത് പോലീസിന്റെ അന്വേഷണത്തിലാണ് ഈ കേസ് ഉള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ മിലിറ്ററി ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേവിയുടെ ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും ആദ്യം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നത്. പ്രാഥമികമായി അവർ വിവരങ്ങൾ ശേഖരിച്ചു. അതിനുശേഷം IBയുടെ ഒരു തീരുമാനമായിരിക്കും ഏത് അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണോ,
മറ്റ് ഏതെങ്കിലും അന്വേഷണ ഏജൻസികളിലേക്ക് അന്വേഷണം കൈമാറണോ എന്നതടക്കമുള്ള തീരുമാനങ്ങൾ കേന്ദ്ര IB ആയിരിക്കും എടുക്കുക എന്ന് നേവി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല നേവി ഇന്റലിജൻസും വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തന്ത്രപ്രധാന മേഖലയിലെ ദൃശ്യങ്ങൾ പകർത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ രാജ്യം വീക്ഷിക്കുന്നത്. മാത്രമല്ല നേവി അടക്കം വീക്ഷിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിലിറ്ററി ഇന്റലിജൻസിന്റെ ഒരു പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും ചോദ്യം ചെയ്യുന്നതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, വിശദമായി ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത്, ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ഈ ശ്രീനിഷിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, കൃത്യമായി തന്നെ ഏതെങ്കിലും ലക്ഷ്യത്തോടെ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ തുടർച്ചയായി അവിടെ കയറി പറ്റിയത് പോലും താൽക്കാലിക ജീവനക്കാരൻ എന്ന നിലയിൽ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ താൽക്കാലിക ജോലിക്കാരൻ എന്ന നിലയിൽ ഈ പിടിയിലായ ആളൊരു ചരിത്രം എന്താണ് ജീഷ, നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ? നേരത്തെ എവിടെയായിരുന്നു ഇയാൾ പ്രവർത്തിച്ചത്? വിദേശത്ത് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പല ചോദ്യങ്ങളുമുണ്ട്. നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു സൂചനയെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? നിലവിൽ പോലീസ് ആദ്യഘട്ടത്തിൽ അവരുടെ അന്വേഷണത്തിൽ പറയുന്നത് ശ്രീനിഷുമായി ബന്ധപ്പെട്ട നിലവിൽ കേസുകൾ ഇല്ല എന്ന കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് ഏതെങ്കിലും സമാനമായ കേസുകളിലോ മറ്റ് കേസുകളിലോ ഇയാൾ പങ്കാളികളായതായി അറിയില്ല എന്ന കാര്യം പറയുന്നുണ്ട്. എന്നാൽ യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ യുവാക്കളുടെ സംഘങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം തന്ത്രപ്രധാന മേഖലകളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുക, അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക, രാജ്യത്തിനെതിരായ നീക്കങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന അതിന്റെ ഭാഗമാക്കി ശ്രീനിഷിനെ മാറ്റിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ പോലീസ് പറയുന്നത് ഇയാൾ പല ഭാഗങ്ങളിലായി ജോലി ചെയ്തിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാരനായിട്ടാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ജോലി ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഏതെങ്കിലും ഇത്തരം സമാനമായ കേസുകളിലോ വിദേശ രാജ്യങ്ങളുമായി ബന്ധമുള്ള പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടതായി നിലവിൽ കാണുന്നില്ല. എന്നാൽ പൂർണ്ണമായും തന്നെ ഇയാളുടെ ബന്ധങ്ങളെ അല്ലെങ്കിൽ നീക്കങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ ചരക്ക് കപ്പലിനെതിരെ ഡ്രോൺ ആക്രമണം അടക്കം നടന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, അത്തരമൊരു സാഹചര്യത്തിൽ അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കൊച്ചി. തന്ത്രപ്രധാനമായ ഭാഗങ്ങളാണ് അവിടെ. നാവിക സേനയുടെ നേരത്തെ ഇയാൾ പകർത്തിയ ദൃശ്യങ്ങളിൽ INS വിക്രാന്ത് ഉണ്ട് എന്ന വിവരങ്ങളും ഇതിനിടയ്ക്ക് പുറത്തു വന്നിരുന്നു. കാരണം INS വിക്രാന്ത് അതിസുരക്ഷ മേഖലയിലായിരുന്നു ആ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയത്. അതിന്റെ ദൃശ്യങ്ങളൊന്നും പ്രധാനമന്ത്രി രാജ്യത്തിന് അത് നൽകുന്നത് വരെ, രാജ്യത്തിനായി സമർപ്പിക്കുന്നത് വരെയും അതിന്റെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. അത്ര സുരക്ഷിതമായി, അത്ര സംരക്ഷണയോടുകൂടിയായിരുന്നു അതിന്റെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയിരുന്നത്. കാരണം കൃത്യമായി തന്നെ അതിനകത്തുള്ള സാങ്കേതിക സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എല്ലാം തന്നെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം മറ്റുള്ളവർക്ക് ഉണ്ടാക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ നടന്നു. എന്നാൽ ആ കപ്പലിന്റെ അടക്കം ദൃശ്യങ്ങൾ, വിക്രാന്തിന്റെ അടക്കം ദൃശ്യങ്ങൾ ഇയാൾ പകർത്തിയിട്ടുണ്ട്. ഇവിടെ ചില സംശയങ്ങളൊക്കെ വരുന്നത് പൂർണ്ണമായും കേന്ദ്ര സേനയുടെ ഒക്കെ നിയന്ത്രണത്തിലുള്ള പ്രദേശമൊക്കെ ഉള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പരിശോധന ഇല്ലാതെ താൽക്കാലിക ജീവനക്കാരനാണെങ്കിൽ പോലും അവിടേക്ക് കയറാൻ സാധിക്കുക? കാരണം ഈ തന്ത്രപ്രധാന മേഖലയിൽ താൽക്കാലിക ജീവനക്കാരൊക്കെ എടുക്കുമ്പോഴും വലിയ പരിശോധനയും അവരുടെ ചരിത്രം, ഹിസ്റ്ററിയും ഒക്കെ പരിശോധിക്കാറുണ്ട് ഇത്തരം തന്ത്രപ്രധാന മേഖലയിൽ. അങ്ങനെയുള്ള പരിശോധനകൾ നടക്കാത്തത് എന്തെങ്കിലും വീഴ്ച സംഭവിക്കുന്നുണ്ടോ, അതോ മറ്റെന്തെങ്കിലും ഇടപെടൽ ഇതിന് പിന്നിലുണ്ടോ? എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ ചില ആശങ്കകളും ചോദ്യങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് മുഴുവൻ, ഭാരതത്തിന് മുഴുവൻ അഭിമാനമായ മാറുന്ന കപ്പൽ നിർമ്മാണശാലയൊക്കെയാണുള്ളത്. ഭാരതത്തിൻ്റെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോഴും നടക്കുന്നൊരു മേഖലയാണ്. അവിടെ നിന്നൊക്കെ ഇത്തരം വിവരങ്ങൾ ചോരുന്നതെന്നൊക്കെ പറയുമ്പോൾ അല്പം ആശങ്കയുണ്ട്. ഉമേഷ്, സ്വാഭാവികമായും അതൊരു സുരക്ഷാ വീഴ്ചയുടെ, അല്ലെങ്കിൽ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ആളുകളെ നിയമിക്കുമ്പോൾ, ജോലിക്ക് നിയമിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം പൂർണ്ണമായും തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മുൻകാല പ്രവർത്തനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റ് ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ ഈ ആളുകളെ, താൽക്കാലികമായി ജോലിക്ക് വയ്ക്കുന്ന ആളുകളെ, അവർ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, പല തരത്തിലുള്ള പശ്ചാത്തലമുള്ള ആളുകളുണ്ട്. അവരെയെല്ലാം തന്നെ പരിശോധിച്ച് അല്ലെങ്കിൽ ഇത്തരം ഭാഗങ്ങളിലേക്ക് കടത്തിവിടാതിരിക്കുക. ഒരു കാരണവശാലും രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട യുദ്ധ രഹസ്യങ്ങൾ അടക്കം ഉൾക്കൊള്ളുന്ന, നിർമ്മാണ രഹസ്യങ്ങൾ അടക്കം ഉൾക്കൊള്ളുന്ന ഈ ഭാഗങ്ങൾ പുറത്തു പോകാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് സ്വാഭാവികമായും ഈ കപ്പൽശാലയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പല ഘട്ടങ്ങളിലും അതിന് വിപരീതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ഹാർഡ് ഡിസ്കുകൾ മോഷണം പോയ സംഭവം ഉണ്ടായിരുന്നത്. അതിന്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ അത് സാധാരണ നിലയിൽ ഒരിടത്ത് നിന്ന് വിറ്റ് അത് മറച്ചു വിൽക്കാൻ വേണ്ടി, പൊളിച്ചു വിൽക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് എന്ന നിലയിലേക്ക് അന്വേഷണം എത്തി എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ
നടത്തുവാൻ ആളുകൾക്ക് കഴിയുന്നു, താൽക്കാലിക ജീവനക്കാർക്ക് എന്നത് ഒരു സുരക്ഷാ വീഴ്ചയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ഇത്തരം ആളുകളെ കടത്തിവിടരുത്, അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുമ്പോൾ ഏതെല്ലാം ജോലികളിൽ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട്, കപ്പൽശാലയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ജോലികൾക്ക് ഇവരെ നിയമിക്കണം എന്നതിൽ ഒന്നും തന്നെ ഒരു കൃത്യമായ വ്യവസ്ഥ, നിയതമായ ഒരു നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഈ തന്ത്രപ്രധാന മേഖലകളിലേക്ക് അവർ കടക്കുന്ന സാഹചര്യം ഒഴിവാക്കിയാൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. കേരളത്തിന് പുറത്ത് നിരവധി ആളുകൾ ഇത്തരം ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. മറ്റ് ചില താൽക്കാലിക കരാർ ജീവനക്കാരായി ചില ഭാഗങ്ങളിൽ ജോലി ചെയ്തതിനു ശേഷം പെട്ടെന്ന് ഷിപ്പ്യാർഡിന്റെ ഭാഗമായി മാറുകയാണ് പലരും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സുരക്ഷാ വീഴ്ച തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതും ഇന്റലിജൻസിന്റെ അടക്കം, മിലിറ്ററി ഇന്റലിജൻസിന്റെ അടക്കം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഉമേഷ്.